ഡോക്ടർ ഹർഷൻ. പേഷ്യന്റ് ആണോ? ആ, ഞാൻ നേരത്തെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു. ഓ, അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലേ. കമിൻ. ഹർഷൻ, ആ, യുവർ പേഷ്യന്റ് ഈസ് വെയിറ്റിംഗ്. ഇരിക്കൂ. ആയിരിക്കും. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. യു ക്യാരി ഓൺ. പറയൂ സമൃദ്ധ, എന്താ ശരിക്കുള്ള പ്രോബ്ലം? ഡോക്ടർ, ഞാൻ തന്നെ ഇപ്പോൾ എന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അന്ന് ഡോക്ടർ സമദ് ഫൈസലിനെ കണ്ടിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള ചില മെഡിസിൻസ് ഒക്കെ തന്നു. എന്താ ഇപ്പൊ സമൃദ്ധയുടെ പ്രോബ്ലം? തുടർച്ചയായിട്ട് വരുന്ന തലവേദന, പിന്നെ പഴയതൊന്നും ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആക്സിഡന്റിന് മുമ്പുള്ള എന്നെ എനിക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ പഴയ ചില ട്രീറ്റ്മെന്റ് ഡോക്യുമെന്റ്സ്, അതിൽ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ. ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം ഞാനന്ന് ഡോക്ടറോട് പറഞ്ഞല്ലോ. ഞാൻ ആകെ കൺഫ്യൂഷനില്ല ഡോക്ടർ. അത് ചിലപ്പോ ഒരു ടെക്നിക്കൽ എറർ ആയിരിക്കാം. ഞാൻ പണ്ട് വീണയിൽ കീർത്തനം വായിച്ചിരുന്നു എന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ ഞാനിപ്പോ അതിന് ശ്രമിക്കുമ്പോ എനിക്കതിന് സാധിക്കുന്നില്ല. ഓക്കെ, then you carry on. ഓ സോറി സമൃദ്ധ, ഞാനത് പറയാൻ മറന്നു. രാജശ്രീ എന്റെ വൈഫാണെന്നത് മാത്രമല്ല, ഷീസ് എ സൈക്കാട്രിസ്റ്റ്. സമൃദ്ധ ഇനി രാജശ്രീയായിട്ട് കൺസൾട്ട് ചെയ്താൽ മതി. തന്റെ എല്ലാ പ്രോബ്ലങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ഡോക്യുമെന്റ്സ് കയ്യിലുണ്ടോ? ഉണ്ട്. കാണിക്കൂ. ഓ, എവിടെയാണോ? ആ അതെ, എനിക്കൊരു സ്ഥലത്ത് മീറ്റിംഗിന് പോകാനുണ്ട്. ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. ഓക്കെ. ഹർഷൻ, നീ ടാക്സി വന്നു. ആ 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ. ആ സച്ചി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഹർഷൻ റെഡിയാവുന്നതേ ഉള്ളൂ, ഇപ്പൊ വരും. ഓക്കെ മാഡം, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ശരി. അപ്പോ സമൃദ്ധിക്ക് സർജറി ഒന്നും നടത്തിയിട്ടില്ലല്ലേ? ഇല്ല.
സമൃദ്ധയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് എന്നല്ലേ പറഞ്ഞു? അതെ മാഡം, അന്ന് ആ കുട്ടിക്ക് ഞാൻ ബ്ലഡ് കൊടുത്തതോ. നമുക്ക് നോക്കാം. ചില കൺഫ്യൂഷൻസും കൂടി ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ഹർഷൻ, മീറ്റിംഗ് എവിടെയെന്നാ പറഞ്ഞേ? സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ. ഓ, ഞാനത് മറന്നുപോയി. നമ്മൾ എങ്ങോട്ടാ സാറേ പോന്നെ? വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്യാനുണ്ട്. അപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ മീറ്റിങ്ങിനല്ലേ പോകുന്നേ? പോകുന്നത് അങ്ങോട്ട് തന്നെ, പക്ഷേ മീറ്റിംഗ് അല്ലാതെ മറ്റു ചില കാര്യങ്ങളും കൂടി നമുക്കവിടെ ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞ ഇതൊരു അന്വേഷണത്തിന്റെ തുടക്കമാണ്. അന്വേഷണം? എന്തന്വേഷണം? മുമ്പൊരിക്കലും ഞാൻ ഭൂതകാലം മറന്നുപോയ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, ഓർക്കുന്നു. അവരെ ഇപ്പൊ നോക്കുന്നത് രാജശ്രീയാണ്. അവളുടെ കാര്യം സച്ചിക്ക് അറിയാലോ. എല്ലാം വളരെ ഷാർപ്പാ, ഒന്നിനും ഒരു വിട്ടുവീഴ്ചയില്ല. ആ പേഷ്യന്റിന്റെ ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ, സച്ചി വരുമ്പോ ആ പേഷ്യന്റ് വീട്ടിൽ ഉണ്ടായിരുന്നല്ലോ. ഓ, അത് ശരി. ഓർമ്മകൾ നഷ്ടപ്പെട്ട പിന്നെ മനുഷ്യന്റെ അവസ്ഥ എന്താ സാറേ? ജീവിതം തന്നെ പോയില്ലേ? അല്ല, എന്താ സാറേ അവരുടെ പേര്? സമൃദ്ധ. അവരുടെ ഹസ്ബൻഡ് ഒരു അഡ്വക്കേറ്റാ. ഓ,